Hi everyone. എന്തൊക്കെയാണോ എല്ലാവർക്കും സുഖല്ലേ? എല്ലാവരും പരീക്ഷാ ചൂടിലാണെന്ന് അറിയാം അല്ലേ? പരീക്ഷകൾ LD, LPUP പരീക്ഷകളൊക്കെ വന്നു, അതിന്റെ വിജ്ഞാപനം വന്നു, എല്ലാവരും അപ്ലൈ ചെയ്തു. ഇനി അതിന്റെ പരീക്ഷാ ചൂടിന്റെ ഒരു സമയമാണ്. എല്ലാവരും കുതിക്കാനായി തയ്യാറായി നിൽക്കുകയാണ്. പരീക്ഷ ഈ വരുന്ന എക്സാമിന് എങ്ങനെയെങ്കിലും അത് ക്രാക്ക് ചെയ്യണം, എങ്ങനെയെങ്കിലും അതിൽ കയറണം എന്നുള്ള മനസ്സുമായിട്ടാണ് എല്ലാവരും നിൽക്കുന്നത്. അറിയാം, ഇതിൽ ഒരുപാട് പേര് എൻ്റെ അടുത്ത് ഒന്ന് രണ്ട് കാര്യങ്ങൾ ചോദിക്കാറുണ്ട്. ഒന്നാമത്തെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എങ്ങനെയാ മിസ്സേ പഠിക്കുക? നല്ല ആഗ്രഹമുണ്ട്, ഹാർഡ് വർക്ക് ചെയ്യാൻ ഞാൻ റെഡിയാണ്, എത്ര വേണമെങ്കിലും ഞാൻ പഠിച്ചോളാം, പക്ഷെ അത് എങ്ങനെയാണ് പഠിക്കുക എന്ന് അറിയുന്നില്ല. അതുപോലെ ചിലവർ പറയുന്ന കാര്യമാണ്, മിസ്സേ മറന്നു പോവുകയാണ്, ഒരു സൈഡിൽ നിന്ന് പഠിച്ചു വരുന്നത് അപ്പുറത്തെ സൈഡിൽ എത്തുമ്പോഴേക്കും കുറച്ചങ്ങ് എത്തുമ്പോഴേക്കും മറന്നു പോവുകയാണ്, എന്താ ചെയ്യുക മിസ്സേ? ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. എത്രയാ പഠിക്കാൻ, ഇത് എപ്പോഴാ തീരുക എന്നറിയില്ല, ഏത് സമയത്ത് പഠിക്കണം എന്നറിയുന്നില്ല, മിസ് ഞങ്ങൾക്കൊരു ടൈം ടേബിൾ സെറ്റ് ചെയ്ത് തരുമോ? അങ്ങനെ ഒരുപാട് പേര് എന്നോട് പല ഡൗട്ടുകളും ചോദിക്കാറുണ്ട്. ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതേ അനുഭവങ്ങളൊക്കെ എനിക്കും ഉണ്ടായിട്ടുണ്ട്. ഞാനും പഠിക്കാൻ തുടങ്ങിയ സമയത്ത് ഇതുപോലെയൊക്കെ മറക്കുന്നത് പോയിട്ട് ഒരു സാധനം സ്പീഡിൽ എഴുതാൻ പോലും നമുക്ക് ക്ലാസ്സിലൊക്കെ സാറ് പറയുമ്പോൾ നമുക്കത് സ്പീഡിൽ എഴുതാൻ പോലും പറ്റാത്തൊരു സമയം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതിനെ നമ്മൾ എങ്ങനെയെങ്കിലും മറികടക്കണം, എന്നാലാണ് നമുക്ക് ഈ പരീക്ഷയൊക്കെ നമുക്ക് എത്തിപ്പിടിക്കാൻ പറ്റുള്ളൂ. അപ്പൊ സാധാരണ പറയുന്നത് പോലെ തന്നെ ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഇസ് ദ ഡിഫിക്കൽട്ട് സ്റ്റെപ്പ് എന്നാ പറയാ. അതായത് ആദ്യത്തെ സ്റ്റെപ്പാണ് ഏറ്റവും ബുദ്ധിമുട്ടത്ര, അത് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് എല്ലാം ഈസി ആവും. അപ്പൊ ഈ ഫസ്റ്റ് സ്റ്റെപ്പ് കയറുന്ന ആ ഒരു ബുദ്ധിമുട്ട് അതൊരിത്തിരി പ്രയാസം തന്നെയാണ്. അതൊന്ന് നേടിയെടുക്കണം എന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് എന്ത് വേണം? നല്ല വിൽ പവർ വേണം. ആദ്യമേ ഞാൻ പറയുകയാണ്, ഇതിന് തയ്യാറായി നിൽക്കുന്നവരാണെങ്കിൽ അല്ലേ, ദൃഢനിശ്ചയം ചെയ്തവരാണെന്നുണ്ടെങ്കിൽ അവരെ പിന്നെ അതിൽ നിന്ന് പിന്മാറാൻ അല്ലെങ്കിൽ അതിൽ നിന്ന് പിന്തള്ളാൻ ആർക്കും കഴിയില്ല എന്നുള്ളതാണ്. അപ്പൊ അത് മനസ്സിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാം. നമ്മൾ 3 പോയിന്റാണ് പ്രധാനമായിട്ട് നോക്കേണ്ടത്. ഇപ്പോൾ കഴിഞ്ഞൊരു വീഡിയോയിൽ നിങ്ങളോട് ഞാൻ റിവിഷന്റെ പ്രാധാന്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ നമ്മൾ പഠിക്കാൻ തുടങ്ങുമ്പോൾ 3 കാര്യങ്ങൾ പ്രധാനമായിട്ട് നോക്കുക. 1, എന്ത് പഠിക്കണം. 2, എങ്ങനെ പഠിക്കണം. 3, എപ്പോൾ പഠിക്കണം. ഈ 3 കാര്യങ്ങളിലും ഒരു ഏകദേശ ഐഡിയ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്കൊരു എങ്ങനെ മുന്നോട്ട് പോകാം എന്ന് മനസ്സിലാവും. ഓക്കെ, അപ്പൊ ആദ്യം നമുക്ക് നോക്കാം എന്ത് പഠിക്കണം എന്നുള്ളത് ഇല്ലേ. എന്ത് പഠിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഞാൻ പറയട്ടെ, എന്ത് പഠിക്കണ്ടെന്ന് നോക്കി വെച്ചോ, അതായിരിക്കും കുറച്ചുകൂടി ഈസി. കാര്യം നമ്മൾ PSCക്ക് പഠിക്കാൻ അങ്ങ് തുടങ്ങിക്കഴിഞ്ഞാൽ ഒരുപാട് സാധനങ്ങളാണല്ലോ നമ്മളൊക്കെ മുന്നിൽ, ഇഷ്ടം പോലെ മെറ്റീരിയൽസാണ്. എങ്ങോട്ട് തിരിഞ്ഞാലും ഫാക്റ്റുകളാണ് പഠിക്കാനുള്ളത്. ഇതെല്ലാം നമ്മളൊരു സൈഡിൽ നിന്ന് വിഴുങ്ങി വരുമ്പോഴേക്കും വേറൊന്നത് അപ്പോഴേക്കും പിന്നെ വരും. എന്നിട്ട് ഇതൊക്കെ പരീക്ഷയാകുമ്പോഴോ നമുക്ക് ഓർമ്മ വരുമോ? അതൊട്ടില്ലതാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഏതൊക്കെ സാധനങ്ങൾ നമ്മൾ പഠിക്കേണ്ട? കാര്യം അതൊക്കെ ഇരുന്ന് പഠിക്കുമ്പോൾ നമ്മുടെ എഫേർട്ട് വേസ്റ്റ്, ടൈം വേസ്റ്റ്, ഇതൊക്കെ വേസ്റ്റ് ആയി പോവല്ലേ. അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യുക? ആ സിലബസ് അങ്ങ് എടുത്തിട്ട് അതൊന്ന് നന്നായി മനസ്സിലാക്കി വെക്കാം. നമ്മളെ മനസ്സിൽ ഏതൊക്കെയാണ് സിലബസ്, ഏതൊക്കെ പോയിന്റുകളാണ് നോക്കേണ്ടത്. ആ സിലബസ് എഴുതി വെക്കുമ്പോൾ തന്നെ അല്ലെങ്കിൽ അത് നമ്മൾ പ്രിന്റ് ഔട്ട് എടുത്ത് വെക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഞാൻ ഏത് ഏരിയയിലാണ്, എനിക്ക് ആ ഭാഗം കുറച്ച് നന്നായിട്ട് അറിയാം, ഈ ഭാഗം ഒട്ടും അറിയാത്ത ഏരിയയാണ്, അപ്പൊ ഈ ഏരിയയിൽ ഞാൻ കുറച്ചുകൂടി കോൺസെൻട്രേറ്റ് ചെയ്യണം. അങ്ങനെയൊക്കെ ഒരു ഐഡിയ അപ്പോഴേ നമ്മളെ മനസ്സിൽ വന്നിട്ടുണ്ടാവും കേട്ടോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? ഈ സിലബസ് റെഡിയാക്കി വെക്കുക, ഏതൊക്കെയാണ് പഠിക്കേണ്ടത് എന്ന് റെഡിയാക്കി വെക്കുക. അപ്പൊ തന്നെ ഏത് ഭാഗത്താണ് കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടത്, ഏത് ഏരിയയിലാണ് കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടത് എന്ന് തീരുമാനമായി. ഇനി എങ്ങനെ പഠിക്കണം? ഇതാണ് ഏറ്റവും വലിയൊരു സ്റ്റേജ്. എങ്ങനെ പഠിക്കണം എന്നുള്ളതാണ് ആർക്കും മനസ്സിലാവാത്ത, അല്ലെങ്കിൽ ഓൾമോസ്റ്റ് ഒരുവിധം ആളുകൾക്കൊക്കെ കൺഫ്യൂഷൻ ഉള്ളൊരു വഴിയാണ്. എത്ര വേണമെങ്കിലും മെനക്കെടാൻ ഞാൻ തയ്യാറാണ് മിസ്സേ, പക്ഷേ അത് എങ്ങനെയാണെന്നൊരു ഐഡിയ കിട്ടണില്ല എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞ ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഹാർഡ് വർക്ക് കൊണ്ട് മാത്രം ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല. കാര്യം സ്മാർട്ട് വർക്കാണ് നമുക്കതിൽ ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത്. ഹാർഡ് വർക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചുറ്റുള്ളവരെല്ലാവരും ഇതുപോലെ പണിയെടുക്കുന്നവരാണ്. എല്ലാം ഒഴിവാക്കി എല്ലാ തിരക്കുകളിൽ നിന്നും മാറി ഇതിന് മാത്രമായിട്ട് നിൽക്കുന്ന ഒരുപാട് പേരുണ്ട്. അവരുടെ കൂടെയാണ് നമ്മൾ ഓടേണ്ടത്. അപ്പോൾ നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് സ്മാർട്ട് വർക്കിനാണ്. അപ്പൊ ഒന്നുകൂടി സ്മാർട്ടായിട്ട്, അതായത് ഇപ്പൊ മറ്റുള്ളവരൊക്കെ ഒരു 10 മണിക്കൂർ ഇരുന്ന് കഷ്ടപ്പെട്ട് പഠിക്കുന്ന സാധനം എങ്ങനെ നമുക്കൊരു 5 മണിക്കൂർ കൊണ്ട് നമ്മുടെ ഉള്ളിലാക്കാന്ന് ശ്രമിക്കുക. നമ്മളിതൊക്കെ പഠിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാ?
നമുക്ക് PSC പരീക്ഷ എഴുതി നമുക്കൊരു ജോലി വാങ്ങാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിലെ പ്രധാന ലക്ഷ്യം എന്താവണം? പരീക്ഷ എഴുതുന്ന സമയത്ത് ഈ സാധനം നമുക്ക് തിരിച്ചു കിട്ടാൻ പറ്റുമോ എന്ന് നോക്കുക. അപ്പൊ എപ്പോഴും ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞതുപോലെ തന്നെ നമ്മൾ അലമാരയിൽ അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിനിൽ ഒരു സാധനം വെക്കുമ്പോൾ അത് തിരിച്ചെടുക്കാൻ എളുപ്പമാവുമല്ലോ എന്ന് ആലോചിക്കുക. അതെങ്ങനെയാ പറ്റുക? ഒന്നാമത്തെ വഴി നമ്മൾ അടുക്കും ചിട്ടയുമായിട്ട് തന്നെ വെക്കാം. സാധനങ്ങൾ പഠിക്കുന്ന സമയത്ത് എല്ലാം കൂടെ ഇരുന്ന് ഇങ്ങനെ സ്പ്രെഡായിട്ട് നമ്മൾ എല്ലാ സബ്ജക്റ്റും കൂടെ ഒരുമിച്ച് പഠിക്കാതെ ഒരു സബ്ജക്റ്റ് ഒരു ടോപ്പിക്ക് അത് പഠിക്കുന്നു, അത് കഴിഞ്ഞ് അടുത്ത സബ്ജക്റ്റ് അടുത്ത ടോപ്പിക്ക് അങ്ങനെ പഠിക്കുക. പിന്നെ ഒരു കാര്യമുള്ളത് കണക്ട് ചെയ്ത് പഠിക്കുക. നമ്മളിപ്പോൾ ഒരു അറിയാത്തൊരു സ്ഥലത്തേക്ക് പോവുകയാണ്. അപ്പൊ അറിയാത്തൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ അതിന്റെ റൂട്ട് എങ്ങനെയാണ് എന്ന് നമുക്ക് പരിചയമുള്ള ഒരാളോട് ചോദിക്കുമ്പോൾ നമുക്ക് എങ്ങനെയാ വഴി പറഞ്ഞു തരാ? എടാ, നമ്മൾ ഇന്നാളൊരു സ്ഥലത്ത് കല്യാണത്തിന് പോയില്ലേ, അതിന്റെ അവിടെ നിന്ന് കുറച്ചുകൂടി, അതായത് നമ്മുടെ മനസ്സിലുള്ള ഒരു വഴിയിൽ നിന്ന് പിന്നെ പുതിയതിലേക്ക് പോവുക അല്ലെ. അപ്പൊ എപ്പോഴും നമ്മൾ അങ്ങനെയാ ചിന്തിക്കുക. ഇപ്പൊ ഏതൊരു സ്ഥലമായാലും നമുക്ക് അറിയുന്ന പോയിന്റ് എന്താണ്, അവിടെ നിന്ന് അങ്ങോട്ട് എങ്ങനെയാണെന്നാണ് ചിന്തിക്കുക. അതുപോലെ തന്നെ നമ്മൾ ഏതൊരു സാധനം പഠിക്കുമ്പോഴും നമ്മൾ അതുമായി കണക്റ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും നമ്മളെ തലയിൽ ഉണ്ടാവും, നമ്മളെ ബ്രെയിനിൽ ഉണ്ടാവും, നമ്മളെ മൈൻഡിൽ ഉണ്ടാവും. അപ്പൊ നമ്മൾ പഠിച്ചു വെച്ചതുമായിട്ട് ഒന്ന് കണക്ട് ചെയ്ത് പോവുക എപ്പോഴും ഒരു സാധനം പഠിക്കുമ്പോൾ. ഓക്കെ, ഇപ്പൊ സപ്പോസ് ഇപ്പൊ സയൻസ് പറയുകയാണെങ്കിൽ ഞാൻ എപ്പോഴും പറയും, ഇപ്പോൾ ആറ്റത്തിന് പേര് നൽകിയത് ഓസ്റ്റ്വാൾഡ് ആണ്. എന്നാൽ ഓസ്റ്റ്വാൾഡ് എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഓർക്കാൻ വേറൊരു പോയിന്റ് ഉണ്ട് അല്ലെ. ഓസ്റ്റ്വാൾഡ് പ്രക്രിയയിലൂടെ നിർമ്മിക്കുന്ന ആസിഡ് ആണ് നൈട്രിക് ആസിഡ്. അപ്പൊ ഇങ്ങനെ കണക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു തരത്തിലെങ്കിലും നമുക്കത് ഓർത്തെടുക്കാൻ എളുപ്പമായിരിക്കും. ഇനി രണ്ടാമത്തെ ഒരു വഴിയാണ് ബോക്സുകൾ ഉണ്ടാക്കുക എന്നുള്ളത്. എന്തൊരു എഫക്റ്റീവായ മാർഗ്ഗമാണെന്നറിയോ? ഞാനൊക്കെ ഒരുപാട് ഉപയോഗിച്ചിട്ടുള്ളതാണ്, എനിക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുള്ളതാണ്. ഇപ്പോൾ സപ്പോസ് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുള്ളത്, നമുക്ക് ഒരുപാട് ഇനിയിപ്പോൾ എത്ര ആദ്യമേ തല കുത്തി മറിഞ്ഞ് പഠിച്ചാൽ പോലും നമുക്കത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്ന ചില സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ. നമുക്കൊരൊറ്റ ബോക്സ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്കത് കൃത്യമായിട്ട് ഓർത്തെടുക്കാൻ പറ്റും. ഒരുപാട് ടൈം ലാഭിക്കാൻ പറ്റും അതുകൊണ്ട് കേട്ടോ. പക്ഷെ അതിന് നമ്മളൊന്ന് പണിയെടുക്കണം. എന്താണെന്നറിയോ? ഇപ്പൊ സപ്പോസ് ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ നമ്മൾ മലയാളത്തിൽ സാഹിത്യത്തിൽ എത്ര അവാർഡുകൾ ഉണ്ട് അല്ലെ പഠിക്കാൻ? എഴുത്തച്ഛൻ പുരസ്കാരം, വയലാർ അവാർഡ്, ഓടക്കുഴൽ അവാർഡ്, അങ്ങനെ ഒരുപാട് അവാർഡുകളാണ് അല്ലേ. ഇത്രയും അവാർഡുകൾ 2023 കിട്ടിയത് പഠിക്കണം, 22 കിട്ടിയത് പഠിക്കണം, 20 കിട്ടിയത് പഠിക്കണം അല്ലെ, 21. ഈ 4 വർഷത്തെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. നമുക്ക് അതിലൊക്കെ ഏത് ചോദ്യം വേണമെങ്കിലും നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ ഇതെല്ലാം കൂടെ പഠിച്ചു വന്നു. എഴുത്തച്ഛൻ പുരസ്കാരം 2023 പഠിച്ചില്ല, 2022 പഠിച്ചപ്പോൾ തന്നെ 2021 മറന്നുപോയിട്ടുണ്ടാവും. അപ്പൊ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവും. ഇങ്ങനെ വരുമ്പം ഏറ്റവും നല്ലത് ഒരു ടേബിൾ ഉണ്ടാക്കുക. ടേബിൾ ഉണ്ടാക്കുമ്പോൾ ആദ്യം എന്ത് ചെയ്യാം? വർഷങ്ങൾ മുകളിൽ എഴുതാം. 2023, 22, 21, 20 എന്ന് എഴുതാം. താഴെ ഓരോ അവാർഡ് കിട്ടിയ ഓരോ അവാർഡിന്റെ പേരുകൾ എഴുതാം. എന്നിട്ട് അതിന്റെ താഴെ ഓരോ ഇയറിലും കിട്ടിയ ആളുകളുടെ പേരൊന്ന് എഴുതി വെക്കാം. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഈ അവാർഡുകളൊക്കെ ചിലർക്കൊക്കെ ആവർത്തിച്ചു വരുന്നുണ്ട്. അല്ലെങ്കിൽ ഒരു വർഷം ഒരാൾക്ക് കിട്ടിയ അതേ ആൾക്കായിരിക്കും പിറ്റേ വർഷം വേറൊരു അവാർഡ് കിട്ടുന്നത്. ഇപ്പൊ നമ്മളൊരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ 2020 ബഷീർ പുരസ്കാരം കിട്ടിയതും അതേപോലെ 2021 ബാലാമണി അമ്മ അവാർഡ് കിട്ടിയതും ശ്രീ MK സാനുവിനാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഓക്കെ, 2020 കിട്ടിയ അതേ ആൾക്ക് തന്നെയാണ് 2021 ബാലാമണി അവാർഡ് കിട്ടിയത്. അപ്പൊ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? കണക്ട് ചെയ്ത് ഇത് പഠിക്കാം. അതുപോലെ നമ്മളെ കുഴപ്പിക്കുന്ന വേറൊരു സാധനമാണ് ഈ ഗ്രാൻഡ് സ്ലാം അല്ലേ. അപ്പൊ ഗ്രാൻഡ് സ്ലാം ടൂർണമെന്റിൽ തന്നെ നമുക്കറിയാം 4 എണ്ണാണ് അല്ലേ. ഓസ്ട്രേലിയൻ ഓപ്പൺ, ഫ്രഞ്ച് ഓപ്പൺ, വിംബിൾഡൺ, US ഓപ്പൺ. അപ്പൊ ഇത് 4ലും ഓരോരുത്തർക്കും ഏതാണ് കിട്ടിയത് എന്നൊക്കെ എപ്പോഴും ജനറൽ നോളജ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്, കറണ്ട് അഫെയർ ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്. ഇത് ആണുങ്ങൾക്ക് കിട്ടിയതുണ്ട്, പെണ്ണുങ്ങൾക്ക് കിട്ടിയതുണ്ട്. ഇതെല്ലാം കൂടെ പഠിക്കുമ്പോൾ പറഞ്ഞ പോലെ പ്രാന്താവും. ഒരു ടേബിൾ റെഡിയാക്കുക. എന്നിട്ട് എല്ലാം, അതായത് ഗ്രാൻഡ് സ്ലാമിലെ ഓരോന്നും ഓസ്ട്രേലിയൻ ഓപ്പൺ, ഫ്രഞ്ച് ഓപ്പൺ, വിംബിൾഡൺ, US ഓപ്പൺ എന്ന് എഴുതുക. വർഷങ്ങൾ എഴുതുക, ആണുങ്ങളെ പെണ്ണുങ്ങളെ എഴുതുക. ഇത് എഴുതി കഴിഞ്ഞാലും നമുക്ക് മനസ്സിലാവും ഇതൊക്കെ ഇങ്ങനെ 4 5 ആളുകളെ ഉള്ളൂ, ഇവരെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി കളിക്കുകയാണ്. അപ്പൊ അതൊന്ന് എഴുതി കഴിഞ്ഞ് ജസ്റ്റ് അതൊന്ന് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ മനസ്സിൽ അത് റെഡിയായി. പിന്നെ ഇതങ്ങനെ ഇരുന്ന് വിഴുങ്ങി കഷ്ടപ്പെടണ്ട. അപ്പൊ അങ്ങനെ ടേബിളുകൾ ഉണ്ടാക്കുന്നത് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. ഇപ്പൊ നിങ്ങൾക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരുപാട് വലിയ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാവുന്നതാണ്. വേറൊന്ന് ഡേറ്റുകൾ. എപ്പോഴും ചോദിക്കുന്നതല്ലേ ഡേറ്റുകൾ. ചില ക്വസ്റ്റ്യൻ പേപ്പറുകളിലൊക്കെ ഒറ്റ ക്വസ്റ്റ്യൻ പേപ്പറിൽ 2 ഡേറ്റുകളൊക്കെ വന്നിട്ടുണ്ട്. ഡേറ്റുകൾ പഠിക്കാനുള്ള ഒരു വഴി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ നോട്ട്ബുക്കിലെ ഒരു 6 പേജ് അതിനായിട്ട് ഒഴിച്ചിടുക. ഈ 6 പേജിലും നമ്മൾ ഓരോരോ മാസത്തിന്റെ ഹെഡിങ് എഴുതി വെക്കുക. എവിടെ നിന്നൊക്കെ എന്തൊക്കെ ഡേറ്റുകൾ നമ്മൾ പഠിക്കുന്നുണ്ടോ അല്ലെങ്കിൽ നമ്മൾ വായിക്കുന്ന സമയത്ത് കാണുന്നുണ്ടോ ഇതൊക്കെ അവിടെ പോയിട്ട് എഴുതി വെക്കുക.
ഈ ഡേറ്റുകളൊക്കെ നമ്മൾ ആദ്യം കാണുമ്പോൾ വിചാരിക്കും ഓക്കെ ഇത് പഠിച്ചു സെറ്റ്, ഇന്റർനാഷണൽ മോൾ ദിനം ഒക്ടോബർ 23 എന്നൊക്കെ നമ്മൾ വിചാരിക്കും. പിന്നീട് ഇത് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുമ്പോൾ അങ്ങനെ മൊത്തത്തിൽ ഒരു ഒക്ടോബർ നവംബർ 23കളുടെ ഒരു മയമായിരിക്കും, അപ്പൊ മാറിപ്പോവും. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യാന്നറിയോ, ആദ്യം നമ്മൾ ഈ ഡേറ്റുകളൊക്കെ നമ്മൾ ഈ എഴുതിയ ഓരോരോ മന്തിന്റെയും താഴെ എഴുതി വെക്കുക. അടുത്തടുത്ത് ഒരു 4-5 ഡേറ്റുകൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് തന്നെ കോഡുകൾ ഉണ്ടാക്കാം. ഇനി അതല്ല, ഇതിൻ്റെയൊക്കെ പൊസിഷൻ വെച്ചിട്ടായാലും നമുക്ക് പരീക്ഷയ്ക്ക് ഉത്തരം എഴുതാൻ പറ്റും. എങ്ങനെയാ, നമ്മൾ നല്ലോണം പഠിച്ച ചില സാധനങ്ങളൊക്കെ നമ്മളെ മനസ്സിൽ എങ്ങനെ ഇമേജ് വരലില്ലേടോ, അതിൻ്റെ അടുത്തൊരു ടിക്ക് ഇട്ടത്, അല്ലെങ്കിൽ IMP എന്നിട്ടത്, സ്റ്റാർ വരച്ചത്, ഇതൊക്കെ നമ്മൾ എക്സാമിന് ഇങ്ങനെ എഴുതുന്ന സമയത്ത് ആ പേജൊക്കെ നമ്മുടെ കണ്ണിൽ ഇങ്ങനെ കാണൂലേ, നമ്മളെ മനസ്സിൽ ഇങ്ങനെ സ്കാൻ ചെയ്ത ചില ഇമേജുകൾ സൂക്ഷിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇതുപോലെ നമ്മൾ 2 കളറിലാണ് ഒരു പേജിൽ തന്നെ, ജനുവരി ഒരു കളർ, ഫെബ്രുവരി ഒരു കളർ, അതുപോലെ ഓരോന്നും ഓരോ കളറിൽ എഴുതി വെച്ചു. ഇപ്പോൾ എക്സാമ്പിൾ ഒരു ചോദ്യം ചോദിക്കുകയാണ് ക്യാൻസർ ദിനം എന്ന്. അപ്പോൾ ഫെബ്രുവരി 4, ഫെബ്രുവരി 24, മാർച്ച് 24, ഏപ്രിൽ 14 ഇങ്ങനെ ഓപ്ഷൻ വന്നു എന്ന് കരുതാം. അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, ഇത് ഫെബ്രുവരിയിലാണ് എഴുതിയത്, ഫെബ്രുവരിയിലാണ് ക്യാൻസർ ദിനം. പിന്നെ അടുത്തത് അത് മുകളിലാണ് അത് എഴുതിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ പിന്നെ ഏതേ ഓപ്ഷൻ ഉള്ളൂ, ഫെബ്രുവരി 4. അപ്പൊ ഇങ്ങനെ പൊസിഷൻ നോക്കിയിട്ടായാലും നമ്മളെ മൈൻഡിലെ ഇമേജ് വെച്ചിട്ടായി കഴിഞ്ഞാലും അതുപോലെ കോഡുകൾ ഉണ്ടാക്കിയിട്ടായാലും ഒക്കെ ഡേറ്റുകൾ നമുക്ക് ഈസി ആയിട്ട് അകത്താക്കാൻ പറ്റും. അപ്പൊ അതിന് പറ്റിയൊരു വഴിയാണ് എന്ത് ചെയ്യുക, ഇതിനെ നമ്മൾ ഓരോ പേജുകൾ ഓരോ ഹാഫ് പേജായി എടുത്തു വെച്ചിട്ട് ആദ്യം ഒരു കൂട്ടി എടുത്തു വെക്കുക. ഓക്കെ, ഇതൊക്കെ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പിൽ പെടുന്നതാണ്. ആദ്യത്തെ സ്റ്റെപ്പാണ് ഏറ്റവും ദുഷ്കരം. ഞാൻ പിന്നെ ഓർമ്മിപ്പിക്കുന്നത്, ഇതൊക്കെ ഒരു കുറച്ച് ബുദ്ധിമുട്ടുള്ളതായിരിക്കും. പക്ഷെ ഇതൊക്കെ അങ്ങനെ രസകരമായിട്ട് ചെയ്യുക, ഇഷ്ടപ്പെട്ട് ചെയ്യുക അല്ലേ. അതുപോലെ ഒരുപാട് സയന്റിസ്റ്റുകളുടെ പേരുകൾ, ഓരോരോ ആളുകളുടെ ഒക്കെ പേരുകൾ വലിയ വലിയ പേരുകളായിരിക്കും. എന്തിനാ ഇവർക്ക് ഇത്രയും വലിയ പേരിട്ട് കൊടുത്തതെന്നൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ ചിലപ്പോൾ ഓർത്തു പോകും. അതിനെന്തിനാ നമ്മൾ അത്രയും വലിയ പേരുകളൊക്കെ പഠിക്കുന്നത്? ഇപ്പൊ കാർബൺ ഡേറ്റിംഗ് കണ്ടെത്തിയത് ഫ്രെഡറിക് വില്യാർഡ് ലിബിയാണ്. എന്തിനാ അതൊക്കെ പഠിക്കുന്നത്? ലിബിമോൻ, ഞാൻ അങ്ങനെ വിളിക്കുക. അപ്പൊ കാർബൺ ഡേറ്റിംഗ് കണ്ടെത്തിയത് ലിബിമോനാണ്, അങ്ങനെ ആലോചിക്കുക. അപ്പൊ എത്രയും വലിയ പേരൊക്കെ ആകുമ്പോൾ അതൊന്ന് ചുരുക്കി നമുക്ക് എന്താണോ വിളിക്കാൻ ഇഷ്ടമുള്ളത് ആ ഒരു പേര്. ഇനി വേറെ ഏതെങ്കിലും പേരിടരുത് കേട്ടോ, ആ പേരുമായിട്ട് മാച്ചുള്ള ഒരു പേരിടുക. എന്നിട്ട് നമുക്കത് ഓപ്ഷനിൽ വരുമ്പോൾ എടുക്കാൻ പറ്റുന്ന രീതിയിൽ പഠിക്കുക. അങ്ങനെ ഇഷ്ടപ്പെട്ട് ഒക്കെ ഓരോന്നും സ്മാർട്ടായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്കിത് എടുക്കാവുന്നതേ ഉള്ളൂ. ഇനി 3ാമത്തെ പോയിന്റ്, എപ്പോൾ പഠിക്കണം എന്നുള്ളത് ഡിപ്പെൻസ് ആണ്, ഓരോരുത്തർക്കും അനുസരിച്ചാണ് അല്ലേ. നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. പണ്ടത്തെ പോലെ അല്ല. പണ്ടൊക്കെ നമ്മൾ സ്കൂളിൽ പഠിച്ചിരുന്ന സമയത്ത് നമ്മൾ തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഇന്ന് ഏതൊക്കെ ടീച്ചേഴ്സ് വന്നു, ഹോംവർക്ക് ഉണ്ടോ, വർക്ക് ചെയ്യാനുണ്ടോ, പ്രോജക്റ്റ് ഉണ്ടോ എന്നൊക്കെ പറഞ്ഞ് നമ്മൾക്ക് ഹെൽപ്പ് ചെയ്യാനും നമ്മളെ ഓർമ്മിപ്പിക്കാനും പഠിക്കാനിരിക്കാൻ പറയാനും ഒക്കെ ആളുകളുണ്ടായിരുന്നു. ഇപ്പോഴത്തെ നമ്മുടെ ഓരോരുത്തരുടെയും അവസ്ഥ അങ്ങനെ അല്ല. ജോലിക്ക് പോകുന്നവരുണ്ടാവും, അത് കഴിഞ്ഞ് വീട്ടിലെ ജോലികൾ ചെയ്യാനുള്ളവരുണ്ടാകും, വീട്ടിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ നോക്കാനുണ്ടാവും അല്ലെ, മക്കളെ നോക്കാനുള്ളവർ, പാരൻസിനെ നോക്കാനുള്ളവർ, അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ എല്ലാവരും ഫേസ് ചെയ്യുന്നവരാണ്, എനിക്കറിയാം. അപ്പോൾ ഇതിനൊക്കെ തരണം ചെയ്യാൻ, ടൈം മാനേജ് ചെയ്യാൻ അത് നമുക്കേ കഴിയും. അപ്പൊ നമ്മൾ ഓരോരുത്തരുടെയും ടൈം എങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് നിങ്ങൾ ആദ്യം പ്ലാൻ ചെയ്യുക. എന്നിട്ട് ഒരു 9 മണി വരെ, രാവിലെ ഒരു 9 മണി വരെ എല്ലാ പണിയും തീർക്കാം, എല്ലാ ജോലികളും മറ്റിടപാടുകളും ഒക്കെ തീർത്തിട്ട് പഠിക്കാനിരിക്കാം. അങ്ങനെ ഏതാണോ ടൈം എന്നുള്ളത് നമ്മൾ സെറ്റ് ചെയ്യുക. എന്നിട്ട് ഒരു ദിവസത്തിൽ എനിക്ക് എത്ര സമയം പഠിക്കാൻ പറ്റുമെന്ന് നിങ്ങൾ പ്ലാൻ ചെയ്യാം. ഓക്കെ, അത് 8 മണിക്കൂറാവട്ടെ, 10 മണിക്കൂറാവട്ടെ, എത്രയാണോ നിങ്ങളെ കൊണ്ടാവുന്നത് അത് നിങ്ങൾ ഉറപ്പിക്കുക, അതിലുറച്ചു നിൽക്കുക. പിന്നീട് അത് മാറിക്കളിക്കരുത്. നമ്മളോട് തന്നെ ഒരു ഹോണസ്റ്റ് ആവുക. അപ്പോൾ 8 മണിക്കൂർ ഇനി മുതൽ ഞാൻ എന്നും പഠിക്കുമെന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു വാച്ച് അല്ലെങ്കിൽ ഒരു അലാറത്തിൽ ഇത് സെറ്റ് ചെയ്ത് വെക്കുക, ഇത്ര ടൈം പഠിക്കും. ഇനി ഇതിനിടയിൽ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് പുറത്ത് പോവുകയോ അല്ലെങ്കിൽ പഠിക്കുന്ന സ്ഥലത്ത് നിന്ന് മാറി പോവുകയോ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത്രയും ടൈം അഡീഷണൽ ആയിട്ട് കൂട്ടുക. എന്നിട്ട് അത്രയും സമയം എന്തായാലും ഫ്രൂട്ട്ഫുൾ ആയിട്ട് പഠിച്ചിരിക്കുക. ഏറ്റവും വലിയൊരു വില്ലൻ വരാൻ പോകുന്നത് എന്താണെന്നറിയോ, നമ്മുടെ കയ്യിലിരിക്കുന്ന നമ്മുടെ ഫോൺ തന്നെയാണ്. അപ്പോൾ ആ ഫോണിൽ അല്ലേ ഒന്നങ്ങ് ഫോൺ ഓപ്പൺ ചെയ്യുമ്പോഴേക്കും ഇഷ്ടം പോലെ, ചില സമയം നിങ്ങൾക്കൊക്കെ ഉണ്ടോയെന്ന് അറിയില്ല, നമ്മൾ ഫോൺ ഓപ്പൺ ചെയ്താൽ എന്തോ ഒരു കാര്യത്തിനായിരിക്കും ഓപ്പൺ ചെയ്തിട്ടുണ്ടാവുക. അത് ചെയ്യാതെ വേറെ എല്ലാ വഴിയും, യൂട്യൂബ് വഴി പോയി, ഷോർട്സ് വഴി പോയി, അതിൽ വേറൊരു പോയിന്റ്, അങ്ങനെ ഇൻസ്റ്റ പോയി, അങ്ങനെ പോയിട്ട് തിരിച്ചു വരികയല്ല. ഇത് എന്തിനാ ഞാൻ ഈ ഫോൺ എടുത്തതെന്ന് ചിന്തിക്കുന്നവരുണ്ടാവും. അപ്പൊ ഇതൊക്കെ എത്രയോ സമയം നഷ്ടമാണ്. ഇതിനൊന്നും നമുക്ക് ചെലവഴിക്കാൻ ഇപ്പോൾ സമയമില്ല. ഇപ്പം നമ്മൾ എന്ത് ചെയ്യണം, മനസ്സിലെ നമ്മൾ തീ പിടിച്ച രീതിയിൽ തന്നെ പഠിക്കാനുള്ള
ഒരു സമയമാണ്. അപ്പോൾ അതുകൊണ്ട് മൊബൈൽ ഫോൺ നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. എന്തായാലും ഓൺലൈൻ ക്ലാസ്സുകളും ഒക്കെ കാണുന്നവരായിരിക്കും. അപ്പോൾ അത് കാണുക, അതിൻ്റെ ഉപയോഗം എത്രത്തോളം ചുരുക്കാൻ പറ്റുമോ അത്രത്തോളം ചുരുക്കുക അല്ലേ. പണ്ട് നമ്മൾ കണ്ടിട്ടില്ലേ തപസ്സിനൊക്കെ പോകുന്നത്, കാട്ടിലൊക്കെ പോയിട്ട് ആ തപസ് ചെയ്യുക, അത്രയും കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് എന്ന് പറഞ്ഞതുപോലെ തന്നെ മറ്റുള്ള എല്ലാ കാര്യങ്ങളിൽ നിന്നും മാറി നിന്ന് ഇതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് എനിക്ക് എത്ര ടൈം പഠിക്കാൻ പറ്റും, എത്ര മണി മുതൽ എത്ര മണി വരെ എനിക്ക് പറ്റുമെന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിച്ച് ഒരു ടൈം സെറ്റ് ചെയ്ത് അതിന് പ്ലാൻ ചെയ്ത് പഠിക്കുക. ഓക്കെ, ഇത്രയും എഫേർട്ട് എടുത്ത് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും വിജയം ഉറപ്പാണ് അല്ലെ. ഒരു ഓട്ട മത്സരത്തിൽ പകുതിക്ക് വെച്ച് നിർത്തിയവരാരും ജയിച്ച ചരിത്രമില്ല, തുടർച്ചയായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നവനെ ജയിച്ച ചരിത്രമുള്ളൂ. ഓക്കെ, അപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിക്കുക, ഞങ്ങൾ കൂടെയുണ്ട്. ഓൾ ദി ബെസ്റ്റ്.